സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി ക്ഷാമം രൂക്ഷം. കോഴി കള്ളനെ പിടിച്ചു. ഏത് കോഴിക്കള്ളൻ? ഇന്നലെ നമ്മുടെ ശാന്തേർത്തിയുടെ പുറയിലെ കോഴി മോഷണം പോയില്ലേ, ആ കള്ളൻ ഇന്ന് നാട്ടുകാർ ഓടി പിടിച്ചു. അങ്ങാടിയിലെ മരത്തിലെ കെട്ടിയിട്ടിട്ടുണ്ട്, വേഗം വന്നാ കാണാം. എന്നാലും ആ പട്ടാളക്കാരന്റെ ഭാര്യയുടെ കോഴിയെ മോഷ്ടിക്കാൻ മാത്രം ധൈര്യമുള്ള കള്ളനാണല്ലോ, ഇവനെ സമ്മതിക്കണം. ഒന്നും മക്കളെ ഒന്നും ചെയ്യല്ലേ, ഇതൊരു നിസ്സാര കേസായിട്ട് കണ്ട് നമ്മള് വെറുതെ വിടണം. നിസ്സാര കേസോ? ഇന്നൊരു കോഴി, നാളെ അതൊരു കോഴി ആവില്ലെന്ന് ആര് കണ്ടു? അതും ഞാൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ പഞ്ചായത്തിലെ. എന്തായാലും പോലീസ് വരട്ടെ, ഇത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. പടച്ചോനെ, പോലീസോ? ദയവ് ചെയ്ത് നിങ്ങൾ പോലീസിനെ വിളിക്കരുത്. ആരാടാ ഇവിടുത്തെ കോഴിക്കള്ളൻ? നമ്മളാണ് സാറേ, നിവൃത്തിയോടുകൊണ്ട് ചെയ്തു പോയതാണ്, മാപ്പാക്കണം. നിവൃത്തിയേട് കൊണ്ട് സാധാരണ കള്ളന്മാര് പൊന്നും പണമൊക്കെ അല്ലേടോ മോഷ്ടിക്കാറ്. ഇപ്പൊ അതിനെക്കാട്ടിയൊക്കെ ഡിമാൻഡുള്ള സാധനല്ലേ കോഴി, അതറിയൂലേ? അതൊക്കെ എന്തോ ആവട്ടെ, ഈ കോഴി മോഷ്ടിക്കാനുള്ള കാരണം പറയൂ. വീട്ടമ്മയുമായുള്ള പൂർവ്വ വൈരാഗ്യം? ഏയ്, ഒരു വൈരാഗ്യമില്ല. പട്ടാളം ഭാസ്കരൻ നമ്മളെ സ്വന്തം ആളല്ലേ. പിന്നെ എന്തിനാടോ താൻ അയാളുടെ വീട്ടിൽ കയറി അയാളുടെ കോഴിയെ മോഷ്ടിച്ചത്? ഞമ്മക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു ആഗ്രഹം, ഒരു കോഴി ബിരിയാണി തിന്നണോന്ന്. അങ്ങനെ ഹോട്ടലിൽ പോയി നോക്കുമ്പോ അവര് കോഴി ബഹിഷ്കരിച്ചെന്നാണ് പറഞ്ഞത്. അന്നേരം സൂറാവി പറഞ്ഞ് കോഴി മേടിച്ചിട്ടുണ്ടെന്ന ബിരിയാണി വെച്ചുതരാന്ന്. അങ്ങനെ കോഴി പീടിയ ചെന്നപ്പോ ഓര് പറഞ്ഞ് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കോഴിന്റെ ലോഡ് ഇറക്കുന്നത് നിർത്തിയെന്ന്. അങ്ങനെ ഒരു നിവൃത്തി ഇല്ലാണ്ടായപ്പോണ് ശാന്തേർത്തിന്റെ കോഴി നമ്മൾ മോഷ്ടിച്ചത്. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, തെറ്റ് തന്നെയാ. ഇതിന്റെ വില എത്രയാന്ന് പറഞ്ഞാൽ അത് നമ്മൾ ശാന്തേർത്തിക്ക് കൊടുത്തോളാം. കോഴിനെ കൊടുക്കാൻ മാത്രം നിങ്ങൾ പറയരുത്, വേണമെങ്കിൽ ഒരു പ്ലേറ്റ് കോഴി ബിരിയാണി തരാം. അങ്ങനെയാണോ? എന്നാ കെട്ടഴിക്ക്. ഒരു പാവം മനുഷ്യൻ എങ്ങനെ കെട്ടിട്ട് ദ്രോഹിക്കുന്നു? ഒരു കോഴി ബിരിയാണി കഴിക്കാൻ ഇപ്പൊ എന്തൊക്കെ ത്യാഗം സഹിക്കണം എന്റെ പഠിച്ചോനെ.